ഹായ് ഗൈസ്, എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോ എന്ന് പറയാൻ പോകുന്നത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാന്തിര അഭയ കേന്ദ്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇടപ്പൂണിലാണ്. ഏകദേശം ഒരു 6 മാസമായി കാണുന്നത് വന്നിട്ട്. അപ്പോൾ അവിടുത്തെ അമ്മമാർക്ക് ഏകദേശം 40ഓളം വരുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇടപ്പൂൺ ജോസ്കോൾ അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി ഉള്ളിലോട്ടാണ് ഇതുള്ളത്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡെന്ന് പറയുന്നത് ബിരിയാണി ചിക്കൻ കറിയാണ്. അവർക്ക് വെജിറ്റേറിയനേക്കാൾ ഇഷ്ടം നോൺ വെജ് ആണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കിയില്ല, ബിരിയാണി തന്നെ വെക്കാമെന്ന് കരുതി. ബിരിയാണിക്കുള്ള സാധനങ്ങൾ തലേദിവസം ഒന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ബിരിയാണിക്കൊക്കെ വെക്കുന്നത് അവിടെ പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട്. അവർ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, ഫുഡൊക്കെ റെഡിയായി. ഫുഡും കാര്യങ്ങളും റെഡിയായി. അവർ കൊടുക്കാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. ആഹാരം കൊടുക്കുന്ന ഇപ്പോഴായിട്ട് ജസ്റ്റ് അവരൊന്ന് കണ്ടിട്ട് കൂടി വരാം. അങ്ങനെ ഫ്രണ്ട്സ്, ആഹാരം കൊടുക്കുന്ന ഇപ്പുറമായിട്ട് അവർക്കൊരു അരമണിക്കൂറത്തെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഫുഡ് കൊടുത്തു തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂറത്തെ പ്രാർത്ഥനയും പങ്കുകൊണ്ടതിന് ശേഷമാണ് ആഹാരം കൊടുത്തു തുടങ്ങിയത്. അതുപോലെ ഗൈസ്, അവിടുത്തെ എല്ലാവരും കൂടി ചേർന്ന്, അമ്മമാരും എല്ലാവരും കൂടി ചേർന്ന് പപ്പടമേ ലോഷന് എല്ലാം ഉണ്ടാക്കി ഇതുപോലെ വിൽക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ബീജ VP. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായിട്ട് സേവനം ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 13 വർഷക്കാലമായി. ഇത് നേരത്തെ 1 വർഷത്തിന് മുമ്പ് വരെ ഇത് വാടക ബിൽഡിങ്ങിലായിരുന്നു. പത്തനാപുരം മാലൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനടുത്താണ് ഇവരെ പാർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഏപ്രിൽ 14-ാം തീയതിയാണ് നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് നമ്മുടെ അമ്മമാരെ കൊണ്ടുവന്ന് താമസിച്ചു തുടങ്ങിയത്. ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് തരുന്നത്. അവരുടെ അധ്വാനത്തിൻ്റെ ഒരു അംശമാണ് ഞങ്ങളുടെ അമ്മമാരുടെ ഒരു ദിവസത്തെയും അന്നമായി കൈമാറിപ്പോകുന്നത്. തീർച്ചയായും കുറേ നല്ല സ്റ്റാഫുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഇനിയുള്ള പണികൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സപ്പോർട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈശ്വരാനുഗ്രഹവും
ഒപ്പം ഉണ്ടായിരിക്കണം. എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കാണുവാനും നമ്മളെ ഇത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുവാനും നമ്മുടെ സ്ഥാപനം കാണുവാനും നമ്മുടെ അമ്മമാരെ കാണുവാനും അവർക്കൊരു സ്നേഹം പകരുവാനൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുക. നമസ്കാരം, എൻ്റെ പേര് ഷൈനി എന്നാണ്. ഇത് ശാന്തിയുടെ അഭയ കേന്ദ്രത്തിൽ ഞാൻ 10 വർഷക്കാലമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമുക്ക് സ്ഥാപനം വരുന്ന ഇടപ്പോഴാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസത്തോളമായി. ഇവിടെ നമുക്ക് 40ഓളം വരുന്ന അമ്മമാരുണ്ട്. അപ്പം ഇതുപോലെ മനസ്സുകളുടെ ഒരു നന്മ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെ സപ്പോർട്ടും നമുക്കുണ്ടാകണം. മാക്സിമം എല്ലാവരും നമ്മുടെ സ്ഥാപനം കാണണം. എല്ലാവരുടെ സഹായങ്ങളും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം.